അപ്പം നമ്മൾ കുറച്ച് നേരം സൈക്കിൾ ഓടിച്ചു ഇനി ചായ കുടിക്കണം. സാരി എടുത്താലാണ് ഇത്രയും പ്രശ്നം എന്നാണ് വിചാരിച്ചത്, പക്ഷെ അല്ല. വന്നിട്ട് നമ്മുടെ അർച്ചനയ്ക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ്. ഇവിടെ നല്ല വെയിലാണ്, ഇതിൽ കൂടുതൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷെ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. സോ നമ്മളിപ്പോൾ ഇന്നലെ രാത്രി പിന്നെ കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ നെക്സ്റ്റ് ഡേ അറൗണ്ട് 6:12 ഞങ്ങൾ രാവിലെ തന്നെ ഒരു സൈക്കിൾ റൈഡ് പോകാമെന്ന് വിചാരിച്ചു. എടുത്തിട്ടുണ്ട്, പക്ഷെ എല്ലാവരും വരുന്നില്ല, അതാണ് വിറ്റ്. ഞാനും അർച്ചനയും അഖിലയും മാത്രമേ പോകുന്നുള്ളൂ. സോ ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വൈബാണല്ലോ, സോ അങ്ങനെ ഒരു സൈക്കിൾ റൈഡൊക്കെ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാമെന്നുള്ള പ്ലാനാണിപ്പോൾ. സോ യാ, I'll keep you posted. ചായ കുടിക്കാനുള്ള പോക്കാണ്. ഹൈവേയിലാണ് വണ്ടി ഓടിക്കുന്നത്. ഇന്നലെ സൈക്കിൾ എടുത്തപ്പോൾ കുറച്ച് സീനുണ്ടായിരുന്നു, കാരണം കുറേ ആയി ഓടിച്ചിട്ട്. എനിക്ക് ലാസ്റ്റ് ഐ തിങ്ക് ഞാൻ സ്കൂൾ പഠിക്കുമ്പോൾ ഓടിച്ചതാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സീനില്ല. ഇന്നലെ ഹൈവേയിലൊക്കെ എനിക്ക് ഏറ്റവും നല്ല പേടിയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചില്ലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം സൈക്കിൾ ഓടിച്ചു ഇനി ചായ കുടിക്കണം. പിന്നെ ഹാഫ് സാരിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് പൂവൊക്കെ മേടിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിലോട്ട്. സോ ചായ കുടിക്കുമ്പോൾ കാണാം. ഓക്കെ, ബൈ. ഐ തിങ്ക് ഇതിൻ്റെ അവസാനത്തെ ഭാഗം നമ്മൾ രാവിലെ സൈക്കിൾ റൈഡ് പോകുമ്പോൾ ഞാൻ എടുത്തതാണ്. ബൈ ദ വേ ഇപ്പോൾ സമയം എന്തായിരിക്കണം? 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, എന്നിട്ട് കുളിച്ച് ഫ്രഷായി ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കണം. ഇവിടെ തന്നെ എടുക്കാമെന്നുള്ള പ്ലാനാണ്, പക്ഷേ പ്രശ്നം ഇതൊന്നുമല്ല. ഹാഫ് സാരി ആയതുകൊണ്ട് പാവാടിയും ബ്ലൗസൊക്കെ ഇട്ടിരുന്നു, പക്ഷേ സാധനം ഉടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്നോ, സാരി എടുത്താലാണ് ഇത്രയും പ്രശ്നം എന്നാണ് വിചാരിച്ചത്, പക്ഷേ അല്ല. ഹാഫ് സാരിയിലും ഭയങ്കര സീനാണ്. ഞാനതുകൊണ്ട് ഈ പരിപാടി കുറേ നേരം നോക്കി, നടക്കുന്നില്ല. അവസാനം ഞാൻ രാജിവെച്ചിട്ട് ഇവിടെ ഒരാളുടെ അടുത്ത് കൊടുത്തു. പുള്ളിക്കാരി കൊടുത്ത് എല്ലാം സെറ്റാട്ടോ. എനിക്കിവിടെ കൊടുക്കാൻ അറിയില്ല. എൻ്റെ ഷോള് കാണാൻ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ വൃത്തിക്ക് നിൽക്കുന്നുമില്ല. അതുകൊണ്ട് ഭയങ്കര ടാസ്ക്കാണ്. ഇതാ അയ്യോ, ഇത്രയും പ്രതീക്ഷിച്ചില്ല. സോ ഇനി ഞങ്ങളിത് ഫോട്ടോ ഒക്കെ എടുത്തത് എപ്പോൾ തീരുമെന്നും ഒരു പിടുത്തുമില്ല. ഞങ്ങൾ എവിടേക്കും അങ്ങനെ പോകാനുള്ള പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മൊത്തം ഫോട്ടോസും അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പ്ലാനായിരുന്നു. സോ അതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ 2 സാധനം മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഇരിപ്പാണ്. ഞാൻ ആ സാധനം ഇവളിനി ചെയ്തോട്ടെ, എനിക്ക് വയ്യ. ഞാനിത് ഈ പരിപാടിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. വലിയ കാര്യത്തിൽ സാധനം മാത്രം വാങ്ങിയാൽ പോരാ, അറിയുന്ന ഒരാളെയും കൂടെ പിടിക്കണം, എന്നാലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ.
കുറച്ച് കഷ്ടപ്പെട്ട് എടുത്ത് തരാണ്. എന്താ അല്ല, ഇങ്ങോട്ട് ക്യാമറ എവിടെയാ? ഇവിടെ ഒന്നും കാണുന്നില്ല പറഞ്ഞു. തിരിച്ചു കൊടുത്തപ്പോ എന്നെയാണോ കാണുന്നത്? അപ്പൊ നമ്മള് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇരിപ്പാണ്. ഇനിയൊരു ഇതുവരെ റീൽ എടുത്തിട്ടില്ല, ഒറ്റൊരു റീൽ എടുത്തു, പക്ഷെ അതിന്റെ ഫസ്റ്റത്തെ പോർഷൻ എടുത്തിട്ടില്ല. അങ്ങനെയെല്ലാം പകുതിയാക്കി വെച്ചേക്കുവാണ്. ഇപ്പം എല്ലാവരും റെസ്റ്റ് മോഡിലാണ്, പക്ഷെ ഭയങ്കര ചൂടാണ്, നല്ല വെയിലാണ്. ആര് നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. പറഞ്ഞോ, 1-2 ഐറ്റംസ് കാണിക്കൂ. ഇപ്പൊ കാണിക്കാം സാർ. പറയോ ഇങ്ങോട്ട്, ഡയലോഗൊക്കെ അടിച്ചതല്ലേ. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. മനസ്സിലായില്ലേ, പ്രാന്തികളുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നതൊക്കെ. താങ്കൾ പറയാൻ വന്നത് പറയൂ. അങ്ങനെയല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് അങ്ങനെ പറഞ്ഞ കിട്ടത്തില്ല. പറയട്ടെ, പറഞ്ഞു. അതെ, ഞാൻ കൊള്ളുപോയി. ഹലോ ഗൈസ്. ആകെ കൂടെ അറിയണ്ടത് ഒന്നാണ്. അല്ല, എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ. എന്താ എന്റെ കുട്ടി പറയാൻ പോയത്? അങ്ങനെയല്ല, ഞാൻ ഒന്നും പറയാൻ വന്നില്ല. ഈയല്ലേ അവൾ എന്തോ പറയാൻ പോകുന്നില്ല. എപ്പോഴല്ലേ അവളെ ചരിച്ചോണ്ടൊക്കെ കൊണ്ടുവന്നത്? അങ്ങനെയല്ല. ഏയ് നൈസ്. മാറ്റി വെക്കണം. അത് ഓഫ് ചെയ്തേ. ഇങ്ങോട്ടാ? ഓക്കെ, സമയം പറയൂ. സമയം 3:25. ഞങ്ങൾ ഇപ്പോഴാണ് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ഞങ്ങള് ശ്രീ രംഗവിലാസിക്ക് പോണേ, പക്ഷെ റീൽസ് എടുത്തിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. ഇവിടെ ഒരാൾ കലിപ്പ് മോഡായിട്ടായിരുന്നു. നമ്മുടെ റീൽസോളി സോജ. പിന്നെ ഏറ്റവും ചെറിയ കുട്ടി ഇത് ഇവിടെ ഒരാളുടെ മാറ്റിക്കുന്നത്. കല്യാങ്കാട്ട് നീലി. ഒരാള് ചൂട് കുറയ്ക്കാൻ വേണ്ടി മുടി മോന്തയിലും ഇട്ടിട്ടിരിക്കുകയാണ്. ഇന്നേക്ക് ദുർഗാഷ്ടമി സോജേ എന്ത് പറ്റി രമണേട്ടാ? എനിക്ക് രമണേട്ടനാരാ? എന്ത് പറ്റി? രമണാന്നും കൂടെ മിക്സ് ചെയ്ത് രമണേട്ടനാക്കി. ആവോ, പറയാൻ പറ്റില്ല. സോജന പുതിയ ആളാണ് രമണേട്ടൻ. ഗോഡ്. നമ്മള് കണാടുകാതാണ് എത്തിയേക്കാണ്. എവിടെ? ചെരുപ്പ് അഴിക്കണ്ട. സ്ഥലമില്ല.
അതുപോലെ വെയിലുണ്ട്. ചിക്കൻ എങ്ങനെയുണ്ട് സോജി? കൊള്ളാം, നല്ലതാണ്. റിവ്യൂ പറയും. കൊള്ളാം ഗൈസ്, എരിവധികം ഇല്ല. മസാല എങ്ങനെയുണ്ട്? ചിക്കൻ എങ്ങനെയുണ്ട്? കഴിച്ചില്ല, അപ്പം ഇതൊന്നും കഴിച്ചതല്ലേ? അപ്പം നീ കഴിച്ചില്ല എന്ന് പറഞ്ഞു. ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ ഫിലിം സ്റ്റാർ അല്ലേ, ചോദിക്കണം കേട്ടോ. അനുവാദം ചോദിച്ചിട്ട് എടുക്കാം. ഓക്കെ. ഈ പഴയ തമിഴ് പടത്തിലൊക്കെ കാണുന്ന അത് ഇങ്ങനെ ഇവിടെയൊക്കെ തന്നെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അതെ, വീടാണ്. അല്ല അല്ല, ഇത് ലക്ഷ്മി ഹൗസ് ആയിരുന്നില്ലേ? അല്ല, ഇതിൻ്റെ പേരെന്തായിരുന്നു? പേര് ഓർക്കുന്നില്ല. അത് മേ ബി പുറത്ത് പോകുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ മാത്രം പുള്ളിക്കാരി ക്യാമറയുടെ കാര്യമൊന്നും പറഞ്ഞില്ല, പക്ഷെ ലൈറ്റ് ഇല്ല. പോതേ ഇവിടുന്ന് ലൈറ്റില്ല, മേലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. കഴിഞ്ഞു ഇവിടെ? പഴയ ടൈപ്പ് ബാത്റൂമാണോ? എടി, ഇവിടെ സ്റ്റെപ്സ് ഉണ്ടല്ലോ മേലോട്ട്. അല്ല, മേലോട്ട്. ആ, ഇവിടെ ആക്ച്വലി സ്റ്റെപ്പ് കാണുന്നുണ്ട്, പക്ഷെ ഇത് എങ്ങോട്ടാണ് പോണേ എന്നറിയില്ല. ഓക്കെ, അപ്പോൾ അവരൊക്കെ അവിടെ ഇരുന്നു. ചെറിയൊരു പേടി ഉണ്ടെങ്കിലും ഓക്കെ, നമുക്ക് എന്താ മേലെ എന്താ ഉള്ളതെന്നുള്ളത് നോക്കാമല്ലോ. സോ ഐ തിങ്ക് ഒരു സൈഡ് ലോക്ക്ഡ് ആണ്. ഇത് ആക്ച്വലി ടെറസാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എനിക്ക് ഇതിൽ കാണുന്നില്ല, പക്ഷേ ടെറസാണ്, അത് ഓപ്പൺഡ് അല്ല. നമുക്ക് ഇവിടെ ആക്ച്വലി ഓപ്പണാണ്. വാവ് മാൻ, ഇത് സൂപ്പറാണ്. ആ കാണുന്നതാണ് ലോട്ടസ് പാലസ്. അതൊരു റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻറ്റ് അവിടെ നൈസ് വൈബൊക്കെയാണ്. ഞാൻ ഇന്നലെ പോയി നോക്കിയായിരുന്നു, പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലി ആണെന്നാണ് തോന്നുന്നത്. പിന്നെ അത് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം നമുക്ക് അങ്ങോട്ട് പോണത് അത്ര
നല്ലൊരു പരിപാടിയായിട്ട് തോന്നിയില്ല. സോ അതുകൊണ്ട് അത് ഒഴിവാക്കി. ഇവിടെ നല്ല വെയിലാണ്, ഇതിൽ കൂടുതൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ നല്ല വ്യൂ ആണ്. വെയിലില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവിടുത്തെ ലിറ്ററൽ ആ കൾച്ചറുണ്ടല്ലോ ഇൻ ടേംസ് ഓഫ് ആർക്കിടെക്ചർ അത് കാണാൻ പറ്റും. സോ ഇത് കണ്ടോ, ഈ ബിൽഡിങ്സ് ഒക്കെ ഏകദേശം ഈ ഒരു ഇതിലുള്ളതാണ്, ടച്ചിലുള്ളതാണ്. എടപ്പാളാ ഇല്ല എടപ്പള്ളി. ഓ அங்கே குக்கிங்கா? ஓ ஹோட்டல்லையா இல்லை வீடு? ஓ பேங்க்கு வேலைக்கு போகிறவங்க வேலை பணி செய்ய முடியல வீட்டில், நம்ம எல்லாம் குக்கிங் பண்ணி வீட்டோட உருளைக்கிழங்கு இருக்கும். எல்லா சாப்பாடுலேயும் ഉരുളക്കിഴങ്ങ് ഉപ്പേരിയല്ലേ? ആ இல்ல உருளைக்கிழங்கு பொரியலா எல்லா இடத்துலயும் இருக்குமான்னு கேக்குறேன். கேரளத்துல நம்ம என்ன சமைக்கிறோம் அது நம்ம கேரளத்துல வேற மாதிரி. ஆமா ஆமா. டெல்லி போனா എനിക്കും കൂടെ കുറച്ച് എടുക്കോ വെള്ളം? டெல்லி போனா டெல்லியில சப்பாத்தி. ஆமா ஆமா. நான் இங்க 2 வருஷம் இருந்தேன். அங்கேயே இருந்திருக்கீங்களா? ഓ ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. மாத்தி மாத்தி இருப்பாங்கல்ல, 2 வருஷம் இங்கன்னா 2 வருஷம் இங்க 2 வருஷம் இங்க டான்சர் மாறி மாறி போவாங்க. அப்ப நம்மளையும் கூட்டிட்டு போவாங்க. அவங்க கூட ஆமா அவங்க கூட நமக்கு ஒரு ரூம் நம்மளுக்குன்னு தனியாக இடம் கொடுத்துருவோம். ஆனால் குக்கிங் எல்லாருக்குமே ஒரே சாப்பாடு. உங்கள் பேர்? கீதா. அப்படி யாரும் சொன்னால் சொல்லுவோம். ஓ தெரிஞ்சவங்க. குக்கிங் பண்ணுறது கண்டிப்பாக. நீங்களும் ஒரு மேரேஜ் பண்ணி போன ஒரு ஆயாவா வந்து கொடுப்போம். பார்ப்போம். தேவைப்படும். ക്യാമറ எங்க ஊர் நான் வந்து புதுக்கோட்டை. புதுக்கோட்டையா? புதுக்கோட்டை. இப்போ இங்கே தான் தங்கியிருக்கீங்களா? உங்களை பற்றி சொல்லுங்க. என்னைய பற்றியா? நான் எல்லா இடத்துலையுமே குக்கிங் பண்ணி கேரளா, சென்னை, மதுரை, புதுக்கோட்டை எல்லா இடத்துலையும் 20 வருஷமாக குக்கிங் பண்ணுறேன். குக்கிங் நல்லா பண்ணுவேன், சூப்பராக பண்ணுவேன். எல்லாம் மட்டன், சைவம், சப்பாத்தி எல்லாமே நல்லா செய்வேன். குக்கிங் நல்லா போய் நாங்கள் வந்து கஷ்டப்படுறவங்க தான். எனக்கு 3 பசங்க, ஒரு பையன், 2 பொண்ணு. வீட்டுக்கார் வந்து எனக்கு சரியில்லை. அது தண்ணி ஆமாம் அது சரியில்லை. நானே உழைச்சி என்னோட 2 பசங்களுக்கும் நானே மேரேஜ் பண்ணி வச்சேன். சூப்பர். நான் இது பணி செய்ய வீட்டில் எனக்கு நகை கொடுத்தாங்க. 15 ஒரு வீட்டில் 15 வருஷம் வேலை பார்த்தேன். 15 வருஷம் வேலை பார்த்தேன். அப்போ அவங்க எல்லாம் நம்ம பொண்ணுக்கு செஞ்சாங்க. எல்லாம் நல்லா கல்யாணம் பண்ணி மேரேஜ் பண்ணி அழாதீங்க. ஆமாம் எல்லாம் நம்மளோட கஷ்டம், என்ன சொல்கிறீங்க? அழாதீங்களா? ஆமாம் அப்படின்னு பிள்ளைங்க 2க்கு பேர பிள்ளைய 2 ரொம்ப கஷ்டப்பட்டு வந்தேன். இன்னமும் உழைச்சி தான் சாப்பிடுறேன். யாரும் எனக்கு அது ஒரு பெருமைல நம்மளுக்கு. வீட்டுக்காரர் நமக்கு உழைச்சி கொடுக்கல, யாருமே நமக்கு உழைக்கல. நானே உழைச்சி நானே சம்பாரிச்சு என்னோட பசங்களுக்கு எல்லாமே செஞ்சேன். 2 பசங்களுக்கு நானே. சூப்பர். உங்கள் பையன் என்ன பண்ணுறாங்க? அவன் சும்மா வேலைக்கு போகலை, பசங்களோட சேர்ந்துக்கிட்டே திரியறான். சொன்னோம்னாக்கா கேட்க மாட்டேங்க, போகிறோமா நீங்களாம் கவலைப்படாதீங்க, நீங்களாம் சிங்கப்பெண்ணு. அதான் ஒரிஜினல் சிங்கப்பெண்ணு. யாரையுமே நான் எதிர்பார்க்கல, அவ்வளோ வீட்டுக்காரே எதிர்பார்க்கல, ஐயனே பசங்க. நானே என்னோட உழைப்புல நானே எல்லாம் செஞ்சு நானே எல்லாம் பண்ணேன். உங்கள் பேர் கீதா. குக்கிங்ல ஃபேமஸ். ஆமாம் எல்லாமே செய்வேன். மட்டன்லேருந்து சைவத்துலேருந்து செட்டிநாடு சாப்பாடுலேருந்து எல்லாமே செய்வேன். இந்த இது பேர் என்ன? இந்த மேன்ஷன் பேர்? வீடு பேரா? இது கானாடு காத்தா. கானாடு இல்ல, அந்த இடத்தோட பேரு, இந்த மேன்ஷனோட பேரு. இந்த மேன்ஷன் படி செட்டிநாடு தான். இது கானாடு காத்தா செட்டிநாடு தான். ஆமா செட்டிநாடு. இது பெல்ஜியம் கிளாஸ், கேரட் தூள், கரடா மண்டல மேலே பாருங்க, மேலே எல்லாமே மர்மா தேக்கு, எல்லாமே ரோஸ்ட்டு.
இது ஃபுல்லாவே பர்மாத்தி. ஆமாம், எல்லாமே ரோஸ் இது, எல்லாமே இது 150 வருஷம் ஆச்சு வீடுகள். இது 7வது தலைமுறை. இதுக்கு நெக்ஸ்ட் ஜெனரேஷன் இருக்காங்க. இவங்களுக்கு அப்புறம் இவங்களுக்கு அப்புறம் அவங்களோட பேர பிள்ளைங்க. அவங்கெல்லாம் எங்க இருக்காங்க? படிக்கிறாங்க. 5 എന്തോ ടൈമർ. அது ஆஃப் ஆகுது. ഓക്കെ അല്ലേ? கிளம்பலாமா? കണ്ടിച്ചാ ஒரு பாய் சொல்லுங்க. பாய். ശരി. கூட லாலி லாலி അപ്പൊ ഒരു വളകാപ്പും നമ്മുടെ ദിയേനെ പോലെയൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ പ്രതീക്ഷിച്ചൂടെ? ഓക്കെ, അപ്പം നമ്മൾ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ. ഇനി അവിടെ പോയിട്ട് തിരുച്ചിയിൽ നിന്ന് ആക്ച്വലി ഞങ്ങൾക്ക് നാളെ രാവിലെ 5 മണിക്കാണ് ട്രെയിന്. സോ മോസ്റ്റ്ലി അവിടെ പോയിട്ട് പറ്റിയ ഒരു ഡോർമെറ്ററി എന്തെങ്കിലും എടുത്തിട്ട് റെസ്റ്റ് ചെയ്തിട്ട് നാളെ ട്രെയിൻ കയറി പോകാനുള്ളതാണ്. സോ ബാക്കി വിശേഷം ഇടയിൽ ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ ഐ ലവ് യു ഗൈസ്. ബൈ. മഴക്കാർ നോക്കി ഇതിനകത്ത് ട്രിപ്പ് കഴിഞ്ഞു. എന്താണ് വിഷമുണ്ടോ? എന്നിട്ട് ചിരിയാണല്ലോ വരുന്നത്. അടുത്ത ട്രിപ്പ് എപ്പോഴാണ് അച്ഛനെ? ഇനി എല്ലാവരും കല്യാണം, എത്ര പേരുടെ കല്യാണം ഇനി വരാൻ പോകുന്നത്? എപ്പോഴാണ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനി എല്ലാവരും നിങ്ങൾ കപ്പിൾസ് ആയിട്ട് ട്രിപ്പ് പോകും. അതാ സിംഗിൾ നോക്കിയിരിക്കും, സ്റ്റാറ്റസ് സ്റ്റോറിക്കൊക്കെ ലൈക്ക്. ഒരാളെ അങ്ങോട്ട് പിടിക്കപ്പോ. ഓക്കെ, എന്തുകൊണ്ടാണ് അർച്ചന ഇതുവരെ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത്? കണ്ടുപിടിച്ചതെല്ലാം 3G ആയി. ഇനി എനിക്ക് വയ്യ. അർച്ചന നിർത്തി. സോ ഇത് കാണുന്ന ആർക്കെങ്കിലും അർച്ചനേനെ ഒരു നല്ല പാർട്ട്ണറായി തോന്നിയെങ്കിൽ അവളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതാണ്. AR ടാങ്കിൾസ് അല്ല, അർച്ചന എന്ന് തന്നെയല്ലേ. എൻ്റെ പ്രൊഫൈലിനകത്ത് പോയിട്ട് അർച്ചന എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും. അതും കൂടെ വെച്ചു. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രോക്കർ പണിയും കൂടെ ചെക്കിനെ കുറിച്ച് വല്ല ഇതുണ്ടോ? ഇങ്ങനെ വേണം, ചെക്കിനായാൽ മതി എന്നാണോ? ചെക്കിനായാൽ മതി, അത്രേ ഉള്ളൂ. ക്വാളിഫിക്കേഷൻ വേറെ ഒന്നും ആവശ്യമില്ല. കൂലിപ്പണി അങ്ങനത്തെ എന്തായാലും പ്രശ്നമില്ല. അപ്പൊ അത് പറയണല്ലോ, അതാണ് പേടി. ഓക്കെ, അപ്പൊ പറ്റിയ ഒരാൾ വന്നിട്ട് നമ്മുടെ അർച്ചനയ്ക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ്. അർച്ചനെ സങ്കടമുണ്ടോ? അർച്ചനെ ആദ്യം ഇറങ്ങാൻ പോകുന്നത് അർച്ചനല്ലേ? നീയല്ലേ എല്ലാരും വിട്ടു പോന്നേ? ഞങ്ങളല്ല പോന്നേ. അപ്പൊ ഞാൻ ഇറങ്ങില്ലല്ലോ, എല്ലാരും എന്നെ വിട്ടിട്ടല്ലേ പോടപ്പോ. ബാംഗ്ലൂരിൽ നമ്മുടെ മറ്റേ ആളെ കാണാൻ പോകുന്നുണ്ടോ?
പിന്നെ ഞാൻ എന്താ ചെയ്യുക, നിങ്ങളെന്താ പറയുന്ന ഫ്ലിപ്പ്? ഞാൻ നിന്നോട് എന്തെങ്കിലും ഫ്ലിപ്പായോ? ഇല്ല, ഞാൻ ബോംബെ ഫ്ലിപ്പായിട്ടോ. അല്ല, രാവിലെ ഒക്കെ ഞാൻ ഒന്ന് കൊടുത്തായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് എഡിറ്റ് ചെയ്ത് 2 വീഡിയോ അയച്ചില്ല. അപ്പോൾ അവള് പറയാം എഡിറ്റേഴ്സ് കീ ചെയ്യുന്നു. അപ്പൊ ഞാൻ പനിയൊന്നും വിട്ടില്ലേ? നിങ്ങളുടെ ടിക്കറ്റ് ഇവിടെ തീരുവാ, ഇറങ്ങിക്കോ. നാണം കെട്ട് ഓൺ ക്യാമറ. ഓക്കെ ബൈ ബൈ ബൈ. എവിടെയാന്ന് വെച്ചാൽ ഇറങ്ങിക്കോ. ബൈ ബൈ. സോച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നാൻ പോവാണോ ഇത് മൊത്തം? പുറത്തിറങ്ങിയ കുട്ടിക്കൊന്നും മേടിച്ചു കൊടുത്തില്ല. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ജിപേ 956789605. ബോധമില്ലാതെ ഇരിക്കുക. ഏ